ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സം സിലി ഷെയറിങ്സ്. അങ്ങനെ ഞങ്ങളൊരു സാറ്റർഡേ ഈവനിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫുൾ കോഴി വാങ്ങിയിട്ട് അതിനെ കുക്ക് ചെയ്തിട്ട് തിന്നാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പം ചിക്കനെ മുറിക്കാണ്ട് ഫുള്ളായിട്ട് തന്നെ വാങ്ങി. ഞങ്ങൾ ക്ലീൻ ചെയ്ത് അതിനെ വരയൊക്കെ ഇട്ടു. ഞാനാണ് മസാല ഉണ്ടാക്കിയത്, ബ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ചെയ്ത് വരഞ്ഞതൊക്കെ. അപ്പം മസാല ഉണ്ടാക്കാൻ ഞാൻ കാശ്മീരി ചില്ലി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കളറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമൽ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാൻ ഓവർനൈറ്റ് സാധാരണ ആൾക്കാർ എന്താ പറയുക ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും ഫ്രിഡ്ജിലൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു 1/2 hour 45 minutes വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ മാരിനേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു കുക്കർ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള കോഴീനെ കുക്കറിൽ വെച്ച് അതിനെ വേവിച്ചെടുത്തിട്ട് പിന്നെ അതിനെ ഗ്രില്ല് ചെയ്യുക. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക, പാനിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്നില്ല, കാരണം ഞങ്ങളുടെ കിച്ചണൊക്കെ മെസ്സിയോ നന്നായിട്ട് രാത്രിയായില്ലേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ പാനിൽ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ കോഴീനെ കിടത്തി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. താഴെ വീണ് പോയില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒന്നും ആവാണ്ട് കിട്ടി. പക്ഷേ വെന്തപ്പോഴത്തേക്കും നമ്മുടെ തൈ ഭാഗം മെയിൻ ബോഡിയിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് കറി ലീഫൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ചിക്കൻ്റെ ആ സ്റ്റോക്കിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ ഇങ്ങനെ പാനിൽ വെച്ചിട്ട് ഒരു 15 to 20 minutes അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഒരു ഗ്രിൽ ചിക്കൻ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാനിലിട്ടിട്ട് കുറച്ച് നേരം ചൂടാക്കി. ആൻഡ് മീൻ ടൈം ഞങ്ങൾ കുക്കുംബറും അനിയനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൽ എന്താ പറയുക സോൾട്ടും പെപ്പറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തു. ഇത് കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് എന്താ പറയുക നമ്മൾ ഗ്രിൽ ചിക്കനിൽ കാണുന്ന പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറച്ചിട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ചിക്കൻ സ്റ്റോക്കിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റോസ് ആ ചിക്കൻ സ്റ്റോക്കിൽ കിടന്നിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ പൊട്ടാറ്റോസിന് ഞങ്ങൾ ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ടു, കുറച്ചൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് ലെമൺ റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ റൈസ് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ലെമൺ റൈസിനെ എടുത്തിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിലിട്ടിട്ട് ഒരു ബിരിയാണി പോലെ തന്നെ ആക്കിയെടുത്തു. കാണാൻ ബിരിയാണി പോലെ അല്ലെങ്കിലും എന്താ പറയുക നല്ല ചിക്കൻ സ്റ്റോക്കിലിട്ട് എടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നെങ്കിലും പിന്നെ കുറച്ച് എന്താ പറയുക ചിക്കൻ സ്റ്റോക്ക് റൈസിനേക്കാളും കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്റ്റിക്കി റൈസിൻ്റെ പരുവത്തിൽ കഴിക്കേണ്ടി വന്നു. എന്നാലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഞാൻ വരുത്തിയിട്ടില്ല. നല്ല അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ പോയ ഡിലീഷ്യസ് ഫുഡ് കഴിച്ച പോലെ തന്നെയായിരുന്നു ഗൈസ്. ഇറ്റ് വാസ് സോ യം.